തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളി സർക്കാർ. ADGPക്കെതിരെ DGP ഉന്നയിച്ച കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്നാണ് ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹയുടെ ശുപാർശ. പൂരം കലക്കലിൽ മറ്റൊരു അന്വേഷണം വേണമെന്നും ശുപാർശയിലുണ്ട്. ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാമെന്നായിരുന്നു മന്ത്രിസഭാ യോഗത്തെ ഇന്നലെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. പ്രതീഷ്, തിരുവമ്പാടി ദേവസ്വത്തെയും ഒപ്പം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള തരത്തിലുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ADGP MR അജിത് കുമാർ വച്ചിരുന്നത്. അതാണിപ്പോൾ സർക്കാർ തള്ളിയിരിക്കുന്നത്. ഇനി തുടരന്വേഷണം എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലാകും, ആരുടെയൊക്കെ നേതൃത്വത്തിലാകും ഇനിയൊരു തുടരന്വേഷണം ഉണ്ടാവുക? പ്രതീഷ്. ശ്രീലക്ഷ്മി, പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാർ നൽകിയ റിപ്പോർട്ട് തള്ളുന്ന നടപടിയാണ് ആഭ്യന്തര സെക്രട്ടറിയുടെയും ഒപ്പം DGPയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഗൂഢാലോചന നടന്നിട്ടില്ല എന്നുള്ള ADGPയുടെ റിപ്പോർട്ടിൽ വിയോജനക്കുറിപ്പോടെയാണ് DGP മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. പിന്നീട് മുഖ്യമന്ത്രിയാണ് ഇത് വിശദമായ പരിശോധനയ്ക്കായി ആഭ്യന്തര സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്ന ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശയാണ്. ഒപ്പം ADGPയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചു എന്നുള്ള DGPയുടെ കണ്ടെത്തൽ അംഗീകരിച്ചുകൊണ്ട് ADGPയുടെ വീഴ്ചകളിലും പ്രത്യേക അന്വേഷണം വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി ശുപാർശ ചെയ്യുന്നു. അങ്ങനെ ഇക്കാര്യത്തിൽ രണ്ട് തരത്തിലുള്ള അന്വേഷണമാണ് ഇനി നടക്കാനിരിക്കുന്നത്. ഒന്ന്, പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടക്കും. അത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. അങ്ങനെയെങ്കിൽ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കും. മറ്റൊന്ന്, ഇതിൽ ADGPയുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായതിൽ MR അജിത് കുമാറിനെതിരെ അന്വേഷണം വേണമെന്ന ശുപാർശ കൂടി നൽകുന്നുണ്ട്. അതിൽ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഘടകകക്ഷികളിൽ നിന്നടക്കം വലിയ സമ്മർദ്ദം സർക്കാരിന് മേലുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരാനുള്ള ഒരു നീക്കത്തിലേക്കാണ് സർക്കാർ പോകുന്നത്. അങ്ങനെയെങ്കിൽ വൈകാതെ ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണ ഉത്തരവ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെയാണ് സാധ്യത. ഒപ്പം ഇതിൽ ഏറ്റവും നിർണായകമായ മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ച DGPയുടെ കുറിപ്പാണ്. മുഖ്യമന്ത്രിക്ക് കൈമാറിയ ഈ അന്വേഷണ റിപ്പോർട്ടിൽ കവറിംഗ് ലെറ്ററോടെയാണ് ഇക്കാര്യത്തിൽ DGP നിലപാട് അറിയിച്ചത്. ആ സമയത്ത്, പൂരം നടക്കുന്ന സമയത്ത് ADGP MR അജിത് കുമാർ സ്ഥലത്തുണ്ടായിട്ടും കൃത്യമായ ഇടപെടൽ നടത്തിയില്ല എന്നതാണ് പ്രധാനമായും DGP ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. മാത്രമല്ല, ഇത് അന്വേഷണം പ്രഖ്യാപിച്ച 5 മാസത്തോളം ഈ അന്വേഷണം പൂഴ്ത്തിവെച്ചു, അല്ലെങ്കിൽ അന്വേഷണം റിപ്പോർട്ട് സമർപ്പിക്കാൻ കാലതാമസം വരുത്തി എന്നതും വളരെ ഗുരുതരമായ വീഴ്ചയായി DGP ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതടക്കം അന്വേഷണ പരിധിയിൽ വരുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വൈകാതെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു നിലപാട് സ്വീകരിക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും ഒരു തുടരന്വേഷണ സാധ്യതയുടെ വിഷയത്തിലാണ് ഇപ്പോൾ സർക്കാർ തുടരന്വേഷണത്തിന് തീരുമാനമായിരിക്കുന്നത്. ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ കൂടി പരിഗണിച്ചാണ് ഈ തീരുമാനം. വിഷയത്തിൽ ADGP MR അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ട് കൂടി തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ തുടരന്വേഷണം എന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുന്നത്.